നമുക്ക് ചുറ്റും ഈ ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ് കോമൺ ആണ്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വയറുവേദന, വയറ് വീർക്കുക, വയറ് സ്തംഭനം, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുക, അടിവയറ്റിൽ ഒരു കാളിച്ച പോലെ തോന്നുക, ഇങ്ങനെ ഗ്യാസ്ട്രിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് വളരെ കോമൺ ആണ്. പലരും അത് ഒരു യൂസ്ഡായി, അത് ചിലപ്പം സ്ഥിരമായിട്ട് കാണുന്നതായതുകൊണ്ട് തന്നെ അതിന് വലിയ കെയർ ഒന്നും കൊടുക്കാറില്ല. ഇപ്പം നമ്മളൊരു 4 ആളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസുകളും അതേപോലെ അതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമ്മൾ ഗട്ട് എന്ന് പറയുമ്പം ആമാശയം, വൻകുടല്, ചെറുകുടല്, റെക്ടം, ആനസ്, ഇതൊക്കെയാണ് നമ്മളെ ഒരു ഹോൾ ഗട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ വായന്ന് തുടങ്ങിയിട്ട് ആ ഒരു ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്നത് അങ്ങ് ആനസ് വരെ, മലദ്വാരം വരെ നീണ്ടു കിടക്കുന്നതാണ്. അപ്പം വായയിൽ ഒരു ഡൈജഷൻ നടക്കും, പിന്നെ അത് നമ്മൾ സ്വാലോ ചെയ്യും, സ്റ്റൊമക്കിലെത്തും, അവിടെ ഒരു ഡൈജഷൻ നടക്കും, പിന്നെ ഗട്ടിലെത്തും, അതായത് എസ്പെഷ്യലി സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും വൻകുടലിലും ചെറുകുടലിലും എത്തിയിട്ട് അവിടെ അബ്സോർപ്ഷൻ, കഴിച്ച ആഹാരത്തിൽ നിന്നും നല്ല ന്യൂട്രിയൻസിന് ശരീരം വലിച്ചെടുത്ത് ബാക്കി വേസ്റ്റിനെ റെക്ടം അല്ലെങ്കിൽ മലദ്വാരം വഴി പുറന്തള്ളപ്പെടുന്നു. ഇതാണ് ഹോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വായ ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ ഈസോഫാഗസ് ഉണ്ട്, വയറുണ്ട്, വൻകുടല്, ചെറുകുടല്, ലിവർ, പാൻക്രിയാസ്, എല്ലാ അവയവങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് മിക്ക ആളുകൾക്കും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ കോമൺ ആണ്. വയറ് വീർക്കുക, വയറ് സ്തംഭനം, അതേപോലെ വയറിന് എരിച്ചിൽ, പുകച്ചിൽ അനുഭവപ്പെടുക, കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുക, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഓക്കാനം, ഛർദി, നെഞ്ചരിച്ചിൽ, കീഴ്വായു, ഏമ്പക്കായിട്ട് വരാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലെ ലക്ഷണങ്ങൾ ഒരുപാട് ആളുകൾ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. പലരും ഇങ്ങനത്തെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുമ്പോൾ വല്ല ഇഞ്ചിയോ കുരുമുളകോ മഞ്ഞളോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒറ്റമൂലികൾ കഴിച്ച് ആ ഒരു ബുദ്ധിമുട്ടിനെ താൽക്കാലികമായിട്ട് ശമിപ്പിക്കുന്നുണ്ട്. പക്ഷെ റീഅപ്പിയർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മെയിൻലി വരുന്നതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയ. അപ്പോൾ ഗ്യാസ്ട്രിക് അൾസറൊക്കെ ആണെങ്കിൽ എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ ഓവർ ഗ്രോത്ത് കാരണം. രണ്ടാമത്തേത് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പം നമ്മൾ മധുരം കഴിക്കുക, നമ്മളൊരു ലഡു കഴിച്ചു കഴിഞ്ഞാൽ അതിലെ കലോറിഫിക് വാല്യൂ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40 മുതൽ 50 ഗ്രാം കലോറി അതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് 100-ന് മേലെയായിട്ടും അതിന് കലോറി പ്രസൻ്റ് ആണ്, അതിന് ഒരു ഗ്രാം വെയിറ്റ് നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മളിപ്പം റൈസ് കഴിക്കുന്ന സമയത്തായാലും ഏകദേശം ഒരു 300 മുതൽ 400-ന് മേലെ കലോറി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും കലോറിഫിക് വാല്യൂ കൂടുതലാണ്. കലോറി എന്ന പോർഷൻ നമുക്ക് ആവശ്യമാണ്, കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ഇൻടേക്ക് ഓവർ ആകുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് എക്സസ് ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എച്ച് പൈലോറി. സെക്കൻഡ് തിങ് ഫുഡ് ഹാബിറ്റ്സ്, എസ്പെഷ്യലി മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ കഴിക്കുക, സാൾട്ട് അമിതമായിട്ട് കഴിക്കുക, കോളകൾ, ഫ്രൂട്ട് ജ്യൂസസ്, എസ്പെഷ്യലി നോൺ ആൽക്കഹോളിക് ബിവറേജസ് അമിതമായിട്ട് കുടിക്കുന്നത്, മദ്യപാനം, പുകവലി, അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻസ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ചില ഫുഡ് ഹാബിറ്റ്സ് ലൈക്ക് രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് ഈ ജങ്ക് ഫുഡ് കഴിക്കുക, ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഈ ഒരു ഫുഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് മിക്ക ആളുകളും ചെയ്യുന്നത് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുന്നേ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോകും. ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഈറ്റിംഗ് കണ്ടീഷൻസിലേക്കും ലീഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിലൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ടെൻഷനുള്ള ആളുകൾ സ്ട്രെസ് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ വരുമ്പം വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ടാവും. ടെൻഷൻ വരുമ്പോൾ ഒട്ടും ഫുഡ് കഴിക്കില്ല, അങ്ങനെ വയറിൽ ഗ്യാസ് നിറഞ്ഞ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ സ്ട്രെസ് ഒരു കോമൺ ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ, പുകവലിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പൈസി ആയിട്ടും കൂടുതൽ മസാലാസ് ചേർത്തിട്ടുള്ളതും കൂടുതൽ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇത്തരം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒട്ടും വ്യായാമമില്ല, ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ചില ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ NSAIDs പോലത്തെ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് തിങ്, നമ്മൾ മാനേജ്മെൻറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഉറങ്ങുക, ഒരു 6-7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക, അത് കൃത്യസമയത്ത് ഉറങ്ങി എഴുന്നേൽക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്
നന്നായിട്ട് വെള്ളം കുടിക്കുക. മിനിമം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുക. അമിതമായിട്ട് ചിന്തകളും അമിതമായിട്ട് ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. നമ്മൾ ലിവ് ഇൻ പ്രസൻറ്റ്. ഇപ്പം എന്താണോ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യുക. ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ ആദ്യ കയറി ഉള്ള അസുഖവും അല്ലെങ്കിൽ വലിയ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കരുത്. മൂന്നാമത്തേത്, നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം കൊണ്ടുവരിക. അത് സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് വെള്ളം, അതേപോലെ മറ്റുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സാലഡ് ഫോമിൽ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി. അത് ഭക്ഷണത്തിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു 2-3 മണിക്കൂർ കഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ദെൻ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഗട്ട് ഹെൽത്തിനെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ റീസെറ്റ്, എന്തോ ഒന്ന് റീസെറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഗട്ട് ഹെൽത്തിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ R സ്റ്റാൻഡ് ഫോർ റിമൂവിങ് ദ ഇറിറ്റൻസ്. നമ്മളെ ഗട്ട് ലൈനിങ് അല്ലെങ്കിൽ കുടലിൻ്റെ ഭിത്തികൾക്ക് ഇറിറ്റൻസ് ഉണ്ടാകുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക. മധുരം, ബേക്കറി, ജ്യൂസസ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, സ്പൈസി, മസാലാസ്, ഗ്ലൂട്ടൻ, ലാക്ടോസ്, ഇതെല്ലാം നമുക്ക് ഇറിറ്റൻസ് ഉണ്ടാക്കുന്നതാണ്. ഇതിനെയൊക്കെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. സ്മോക്കിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പാലൊക്കെ കുടിക്കുമ്പോൾ സ്കിംഡ് മിൽക്ക് എടുക്കാൻ ശ്രമിക്കുക. യോഗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി റീസെറ്റിലെ സ്റ്റാൻഡ്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഗട്ട് ഫ്രണ്ട്ലി ഡയറ്റ് അല്ലെങ്കിൽ ഗട്ട് ഫ്രണ്ട്ലി ഫുഡ് ഐറ്റംസ്. അതായത് കൂടുതൽ ഫൈബർ ഉൾപ്പെടുത്തുക, കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുക, ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുക. ഇങ്ങനെയായിരിക്കണം നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഫൈബർ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആക്ഷൻസ് കാണിക്കും, കോൺസ്റ്റിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫാറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ കൂടി കഴിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഫാറ്റ് കോമ്പിനേഷൻ കഴിക്കാം. ഇപ്പോൾ നിങ്ങൾ പാലും മുട്ടയും കൂടി കഴിക്കാം, അല്ലെങ്കിൽ മീനും മുട്ടയും കൂടി കഴിക്കാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഇനി ഞങ്ങൾ S സ്റ്റാൻഡ് ഫോർ അല്ലെങ്കിൽ റീസെറ്റിലെ S സ്റ്റാൻഡ് ഫോർ എന്ന് പറയുന്നത് സീഡ്ലിംഗ് ദ ഗട്ട് മൈക്രോബ്സ്. സീഡ്ലിംഗ് മീൻസ് നമ്മൾ ഓൾറെഡി ഗട്ട് മൈക്രോബ്സ് കാരണമാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം നല്ല ബാക്ടീരിയാസിന് ഇട്ട് കൊടുക്കുക. ലൈക്ക് തൈര്, മോര്, യോഗട്ട്, പഴങ്കഞ്ഞി, അച്ചാറുകൾ, ഉപ്പിലിട്ട അച്ചാറുകൾ, സുർക്കയല്ല അല്ലെങ്കിൽ വിനാഗിരി അല്ല, നമ്മൾ ഉപ്പ് വെച്ചിട്ട് ഉപ്പുവെള്ളം ചേർത്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഈസ്റ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫെർമെൻറ്റേഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യും. അത് നമ്മളെ ഗട്ടിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ നമ്മളിപ്പം ഒരു ഡയറ്റ് പ്ലാൻ നോക്കുന്ന സമയത്തായാലും കൂടുതൽ ഫൈബർ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം ബബൽ മൂവ്മെൻറ്റ്സ് കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാനും നല്ലൊരു ശോധന കിട്ടാൻ സഹായിക്കുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ബ്ലോട്ടിംഗ് ഇഷ്യൂസും കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇനി റീസെറ്റിലെ ലാസ്റ്റ് സ്റ്റാൻഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ റിതം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൃത്യസമയത്ത് വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഈ മെയിൻ കാര്യം കൃത്യമായിട്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്ക അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി റീസെറ്റിലെ T സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ഫോം യുവർ ഹോൾ ലൈഫ് മോഡിഫിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുക. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം പാറ്റേൺ ഓഫ് ഇത് തന്നെ. നന്നായിട്ട് ഉറങ്ങുക, വെള്ളം കുടിക്കുക, സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള തിങ്കിങ്, ആങ്സൈറ്റി, ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക, കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങുക, വെള്ളം കുടിക്കുക, വർക്കൗട്ടുകളും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് ഒരു മോഡിഫിക്കേഷൻസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് മെഡിസിൻസ് ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സിവിയർ ആയിട്ടുള്ള കേസസുകൾ ലൈക്ക് അൾസറേറ്റീവ് കോളൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, സിലിയാക് ഡിസീസസ്, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ്, സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് അൾസറൊക്കെ ആണെങ്കിൽ അതിന് അണ്ടർ മെഡിക്കേഷനിലൂടെ നമുക്ക് ക്യൂർ ആവത്തുള്ളൂ. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.